ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടില്ല. കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വഴി പോലീസുകാർ വണ്ടി നിർത്തിയപ്പോ ചാടി രക്ഷപ്പെട്ടതാ ഞാൻ. രമേശേ, എങ്കിൽ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഒരച്ഛന്റെ സ്വത്തുക്കൾ 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും തുല്യമായിട്ട് വീതിച്ച് നൽകണ്ടേ? പാരമ്പര്യമായി കിട്ടിയ സ്വത്താണെങ്കിൽ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. പക്ഷെ അത് പാരമ്പര്യ സ്വത്ത് ആയിരിക്കണം. അല്ലാതെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിന് മക്കൾക്ക് തുല്യ അവകാശം വേണമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഇത് പാരമ്പര്യമായ സ്വത്ത് തന്നെയാണെങ്കിലോ? സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത നിന്റെ അച്ഛന്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല. പിന്നെന്തിനാ നീ ഇതിനെ കുറിച്ചൊക്കെ തിരക്കുന്നത്? നീ പറഞ്ഞ സത്യം. പക്ഷേ അച്ഛനാണല്ലോ കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആള്. എന്റെ അമ്മ അങ്ങനെയല്ലല്ലോ. ചന്ദ്രികാവർമ്മ എന്ന എന്റെ അമ്മ ജനിച്ച കോവിലകത്ത് 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ടല്ലോ. അതിനെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. ആ സ്വത്ത് മുഴുവനും ഇപ്പൊ എന്റെ അമ്മാവൻ അശോക് വർമ്മ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിക്കുക. അത് പാടില്ല. അമ്മയെ ആട്ടിയിറക്കിയതിനും ഇപ്പൊ അമ്മയെ കാണുമ്പോൾ അമ്മാവൻ അകലം കാണിക്കുന്നതിലും അമ്മാവന് ചില രഹസ്യ അജണ്ടയുണ്ടോന്നുള്ള കാര്യം വ്യക്തമാ. അത് കൈക്കലാക്കാൻ എനിക്ക് കുറച്ച് നിയമോപദേശം വേണം. അതിനാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്കിൽ പറ. എന്റെ അമ്മ കൂടി അനുഭവിക്കേണ്ട കോവിലകം വസ്തുക്കള് അയാള് ആ അശോക് വർമ്മ ഒറ്റയ്ക്ക് ഇനി മുതൽ അനുഭവിക്കരുത്. ആദ്യം നീ നിന്റെ അമ്മാവന്റെ സ്വത്തുക്കളുടെ വിശദമായ ഒരു കണക്കെടുക്കുക. എത്ര സെന്റ് സ്ഥലമുണ്ട്, പാരമ്പര്യമായിട്ടുള്ള വസ്തുവക, ഗോൾഡ് തുടങ്ങിയ ആസ്തികളെ പറ്റി. എന്നിട്ട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക. സഹകരിച്ചില്ലെങ്കിൽ അയാളുടെ പേരിൽ ഒരു സ്റ്റേ. അതിനു മുമ്പ് നിന്റെ അമ്മയ്ക്ക് കൂടി കിട്ടേണ്ട സ്വത്ത് വിവരങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടി കണക്കെടുക്കുക. ചിലപ്പോൾ അത് വിറ്റ് ഭാര്യയുടെയോ മകന്റെയോ പേരിൽ വസ്തുവകകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കോവിലകത്ത് 2 പേർക്ക് തുല്യാവകാശമുള്ള വസ്തുക്കൾ ഒരാൾ ഒറ്റയ്ക്ക് വിറ്റാൽ അത് മറ്റേയാളെ ഒഴിവാക്കി സ്വന്തമായി നേടാനായിരുന്നുവെന്ന് ബലമായി വാദിച്ച് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പ്രഗത്ഭനായ ഒരു വക്കീലുണ്ടെങ്കിൽ അതെളുപ്പം സാധിക്കും. മതിയടാ, ഇത്രയും മതി. ഇത് വച്ച് ഞാനൊന്ന് പയറ്റി നോക്കട്ടെ. വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കാണണ്ട. എന്റെ അച്ഛനെ അച്ഛമ്മയും കൊന്നതാണെങ്കില് വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വന്ദനയ്ക്ക് രാജീവ് മേനോനൊത്ത് നല്ലൊരു ജീവിതം കിട്ടുന്നതിന് തടസ്സം നിന്ന് രാജീവ് മേനോനെ ഇല്ലാതാക്കിയതല്ല ഞാൻ. സത്യം. അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ ആദ്യം എനിക്കുണ്ടായിരുന്നു. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി മനഃപൂർവ്വം ജഗൻ രാജീവ് സാറിനെ ഇല്ലാതാക്കിയതാണെന്ന്. പിന്നെ ശരിക്കും ആലോചിച്ചപ്പോഴാ അതിൽ സത്യം ഇല്ലെന്ന് മനസ്സിലായത്. സത്യമില്ലെന്ന് മനസ്സിലായല്ലോ. അതിന്റെ കാരണം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രാജീവ് സാറിന്റെ കാർ അപകടവും മരണമൊക്കെ കഴിഞ്ഞ്
ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ തമ്മിൽ ആദ്യമായി കാണുന്നത്. അതിനുശേഷമല്ലേ ജഗനോട് ഇഷ്ടം തോന്നുന്നതും. ആ അതെ. പിന്നെന്തിന് എന്നെ സ്വന്തമാക്കാൻ വേണ്ടി ജഗൻ രാജീവ് സാറിനെ കൊല്ലണം? അതെ, അതാണ് സത്യം. അത് വന്നെനിക്ക് ബോധ്യപ്പെട്ടല്ലോ. സന്തോഷം. ബോധ്യപ്പെട്ടു. രാജീവ് സാറിനെ കൊല്ലാൻ തക്കതായി ജഗനിൽ നിന്ന് സംഭവിച്ചത് സ്വാഭാവികമായി സംഭവിച്ച ഒരു അപകടം മാത്രമായിരുന്നു. എന്നുവെച്ച് ജഗൻ തീർത്തും നിരപരാധിയാണെന്ന് വിശ്വസിക്കാറായിട്ടില്ല. ജഗന്റെ കാറിടിക്കുന്നതിന് മുൻപ് രാജീവ് സാറിന്റെ കാറിൽ ഏതെങ്കിലും വാഹനം ഇടിച്ചിട്ടുണ്ടോ എന്നുള്ള ജഗന്റെ സംശയം തന്നെയാ എനിക്കും ACPക്കുള്ളത്. ജഗ, ആ സംശയത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാ ACP. ഡോ രമേശേ, ഈ മാധവൻ നായരുടെ വീട് എവിടെയാ? ദേ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആദ്യം കാണുന്ന വീടാ മേഡം. അല്ല, താനെന്താ എവിടെ കിടന്ന് ഇറങ്ങുന്നേ? അല്ല മേഡം, ഇവനെ കണ്ടപ്പോ തന്റെ ചില ചുറ്റിക്കളികളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പാട്ടാ. അങ്ങനൊന്നുമില്ല മേഡം. എങ്ങനില്ലാന്ന്? അല്ല അങ്ങനൊന്നുമില്ല. എടുത്ത് എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ചുറ്റിക്കളിയൊക്കെ നിർത്തിയിട്ട് പോവാൻ നോക്ക്. ഓ, ഫ്രണ്ടിന്റെ പേരെന്താ? പ്രകാശ്. വണ്ടി എടുക്ക. പ്രകാശന് ആളിനെ മനസ്സിലായോ? അത് ACP മേഡം, വൈഗ. മനസ്സിലായി. ACP എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? ഒരു കാര്യവും ഇല്ലാതെ ACP വൈഗ പ്രകാശന്റെ അച്ഛൻ മാധവൻ നായരുടെ വീട് തിരക്കി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാര്യം ഞാൻ പറയാം. തെറ്റ് ചെയ്യാത്ത ജഗനെ കുറ്റവിമുക്തനാക്കി യഥാർത്ഥ കുറ്റവാളിയെ പൂട്ടുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കാം അവര്. ജഗൻ അധികം നാളൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ല. അത് കേട്ടിട്ടും ജഗനെന്താ ഒരു സന്തോഷമില്ലത്തെ? കരയുന്നോ? എന്താ ജഗ, എന്താ പറ്റിയത്? എനിക്ക് വന്നതിനോട് ഒരു സത്യം കൂടി പറയാനുണ്ട്. എന്നെ പിടിക്കാൻ ഏത് നേരവും ഇവിടെ പോലീസ് എത്തും. പോലീസുകാരെത്തുന്നോ? മനസ്സിലായില്ല. എന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടില്ല. കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വഴി പോലീസുകാർ വണ്ടി നിർത്തിയപ്പോ ചാടി രക്ഷപ്പെട്ടതാ ഞാൻ. എന്താ ജഗ ഇത്? ജഗൻ എന്ത് പണിയായി കാണിച്ചേ? വർഷയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസുകാർ സമ്മതിച്ചില്ല. എന്ത് മാർഗം ഉപയോഗിച്ചും വന്ദന പറഞ്ഞ ആഗ്രഹം സാധിക്കണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ചടങ്ങ് കഴിഞ്ഞല്ലോ. ഇനി ഒളിച്ചോടാനല്ല തീരുമാനം, നേരിട്ട് പിടികൊടുത്ത് നിയമം അനുസരിക്കാനാ. വേണ്ടായിരുന്നു. മാനത്തെ കൊട്ടാ